ബൂട്ട വർക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു നീഡിൽ എടുക്കുന്നു. അതിൽ നൂല് കോർത്ത് കെട്ടിയ ശേഷം നമ്മൾ ഒരു ബീഡിനെ കോർത്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റുപുറമാണ് നമ്മൾ ഇനി ബീഡ്സ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളൊരു ഒരു പ്രാവശ്യം ഒന്ന് കുത്തിപ്പൊക്കുന്നു. ദെൻ നമ്മൾ ചുറ്റുപുറവും ഞാൻ ഒരേ വലിപ്പത്തിലുള്ള ബീഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇറക്കി നോക്കാം. എന്നിട്ട് എത്ര ഗ്യാപ്പ് വേണം നമുക്ക് ഈ ബീഡ് വയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കാം. അത്രയും ഗ്യാപ്പ് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെയും കുത്തുന്നു. ദെൻ കുറച്ച് നമ്മൾ ഇങ്ങ് നീക്കിയിട്ട് എവിടേക്കായിരിക്കും ആ ബീഡ് നിൽക്കുന്നതെന്നുള്ള ഏകദേശം ഒരു ഊഹം വെച്ച് നമ്മൾ വീണ്ടും കുത്തുന്നു. ഇത് വലിയ ബീഡുകളായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോന്നും ലോക്ക് ചെയ്ത് ചെയ്യുന്നത്. ചെറിയ ബീഡുകളാകുമ്പോൾ വേറെ രീതിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്നിച്ച് കോർത്ത് ആ ചുറ്റുപുറവും വേണ്ട ഗ്യാപ്പ് നോക്കിയ ശേഷം നമ്മൾ ഓരോ ബീഡിനും ചുറ്റി കഴിഞ്ഞ ശേഷം ലോക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വേറെ മെത്തേഡാണ്. ഇത് ബാക്ക് സ്റ്റിച്ച് പോലെ നമ്മൾ ഓരോ ബീഡിനായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് എത്ര ബീഡ് വരുമെന്നുള്ളത് നോക്കി വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. ഒത്തിരി സ്പേസും ഉണ്ടാവരുത്, എന്നാൽ തിങ്ങി ഞെരുങ്ങി നിൽക്കുന്ന പോലെ വരുകയും ചെയ്യരുത്. തിങ്ങി ഞെരുങ്ങിയ പോലെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി നഷ്ടപ്പെടും. ഇങ്ങനെ വെച്ച് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ 2 ബീഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏകദേശം ഒരു നടുവിൽ, ആ ഉള്ള ഗ്യാപ്പിൻ്റെ ഏകദേശം ഒരു നടുവിൽ വയ്ക്കുന്നു. ദെൻ നമ്മളതിൽ വീണ്ടും ബീഡിനെ എടുക്കുവാണ്. നമുക്ക് ഏകദേശം ആ ഒരു ബീഡിൻ്റെ വലിപ്പം അറിയാവുന്നതുകൊണ്ട് ഏത് സ്പേസിലേക്കാണ് അത് വരുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ചെയ്താൽ മതി. ഇങ്ങനെ കറക്റ്റായിട്ട് കുത്തിക്കൊടുക്കാം. ഓക്കെ, ഇനി എൻ്റെ വശം കെട്ടിയാൽ മതിയേ.